പിണറായി വിജയനിലെ കമ്മ്യൂണിസ്റ്റുകാരൻ ഇല്ലാതായി എന്നാണോ? അത് നിങ്ങൾക്ക് അടക്കറിയാവുന്ന കാര്യമില്ല, ഞാൻ പറയേണ്ട കാര്യമില്ല. അതായി കഴിഞ്ഞു. അദ്ദേഹത്തെ നോക്കിയിട്ടല്ലേ നമ്മൾ നിൽക്കുന്നപ്പോൾ. ഇത് കൂടുതൽ ഈ ക്യാൻസറും മുകളിലേക്ക് വരരുത്. ഒരു സാധനം ക്യാൻസർ ആയിക്കഴിഞ്ഞ ഒരു സാധനത്തെ മുറിച്ച് കളയുക എന്നുള്ളതിനെ നിവൃത്തിയുള്ളൂ. അത് മുറിച്ച് കളയണം. ഇന്നല്ലെങ്കിൽ നാളെ ആ മുറിച്ച് കളയൽ നടക്കണം. ആ നടക്കുന്ന പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ ഉറുമ്പിൻ്റെ പണി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അണ്ണാരക്കണ്ണൻ്റെ പണി ഞാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് എടുത്തിട്ടു. ഇതിപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ലേ? ഇതേമാതിരി നിരവധി നിശബ്ദരായിട്ടുള്ള മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. ഈ ക്യാൻസർ മുറിച്ച് കളഞ്ഞാൽ പിന്നെ ബാക്കി കീമോതെറാപ്പി കൊടുക്കാമല്ലോ. അത് ഗോവിന്ദ മാഷ് അടക്കമുള്ള ആൾ ചെയ്യട്ടെ. ഇനി ഗോവിന്ദ മാഷക്ക് ക്യാൻസർ ബാധിച്ചാൽ അദ്ദേഹത്തിന് നമുക്ക് കീമോ കൊടുക്കാം. ഇപ്പോൾ അല്ലാതെ ഇത് ജനം ഇത് നേരെയാക്കിയിട്ടേ പോവുള്ളൂ, അല്ലെങ്കിൽ ഈ സാധനം ഇല്ലാതെയാവും. നമസ്കാരം. KR സുഭാഷ് എന്ന പേരുള്ള ഒരു ഡോക്യുമെൻ്ററി സംവിധായകൻ. അദ്ദേഹത്തെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർക്ക്, നേതാക്കൾക്കൊക്കെ ഒരു പക്ഷെ അറിയാമായിരിക്കും. ഒരു കാലഘട്ടത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് കൂടി പൊതുപ്രവർത്തന രംഗത്തെത്തിയ ഒരു വ്യക്തിയാണ് KR സുഭാഷ്. അദ്ദേഹം ഈ അടുത്ത നാളുകളിലൊക്കെ ഒരു ഡോക്യുമെൻ്ററി സംവിധായകൻ്റെ വേഷമണിഞ്ഞാണ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിണറായി വിജയൻ കേരളത്തിലെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള ഒരു ഗ്രൂപ്പ് യുദ്ധം കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ ഡൽഹി വരെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ചില വാഗ്വാദങ്ങളുടെ പേരിൽ അവരെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കിയതും പിന്നീട് തിരിച്ചെടുത്തതും, അങ്ങനെയുള്ള ഒട്ടേറെ സംഭവബഹുലമായ കഥകൾ, ചരിത്രങ്ങൾ, അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ആ കാലഘട്ടത്ത് മലപ്പുറം സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഘട്ടത്തിലാണ് VS-നെ അക്ഷരാർത്ഥത്തിൽ നിലംപരിശാക്കിക്കൊണ്ട് VS-നോട് പക്ഷപാതപരമായ സമീപനം കാണിച്ചുകൊണ്ടിരുന്ന എല്ലാ നേതാക്കളെയും വെട്ടിനിരത്തി പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദത്തിലെത്തുന്നത്. അന്ന് മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ കൊടുത്ത ഒന്നാം പേജിൽ കൊടുത്തൊരു ഹെഡ്ലൈൻ കേരളത്തിലെ എല്ലാവർക്കും തന്നെ ഓർമ്മയുണ്ടാവും. മിന്നൽ പിണറായി എന്നാണ് അന്ന് കൊടുത്ത ഹെഡ്ലൈൻ. യഥാർത്ഥത്തിൽ അതിനു മുമ്പ് തന്നെ ഒരു താരമായിരുന്ന പിണറായി വിജയൻ അന്നു മുതൽക്ക് ഇങ്ങോട്ട് ഒരു മിന്നും താരമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കീഴടക്കി, കേരളത്തിലെ ജനഹൃദയങ്ങളെ കീഴടക്കി എന്ന് വേണമെങ്കിലും പറയാം. ആ ഘട്ടത്തിലാണ് KR സുഭാഷ് എന്ന ഡോക്യുമെൻ്ററി സംവിധായകൻ സഖാവ് പിണറായി വിജയനെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി ആലോചിച്ചു. അതിന് ഉപോത്ബലകമായി അദ്ദേഹത്തിന് ചില ആളുകളുടെ പ്രോത്സാഹനങ്ങൾ ലഭിച്ചു. പിണറായി വിജയനോടൊപ്പം ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ മുന്നിൽ നടന്നിരുന്ന കുറേ കമ്മ്യൂണിസ്റ്റുകാർ, 10-12 വരുന്ന കമ്മ്യൂണിസ്റ്റുകാർ, അവരൊക്കെ സഹകരിക്കാമെന്ന് വാക്കുകൊടുത്തു. അവരൊക്കെ പിണറായി വിജയൻ്റെ പഴയ കാലഘട്ടങ്ങളിലെ ചരിത്രങ്ങൾ പറഞ്ഞു. അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് കേരളത്തിലും അതിലുപരി കണ്ണൂർ ജില്ലയിലും പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു, സമരങ്ങളെക്കുറിച്ച് പറഞ്ഞു, കയ്യൂരിനെക്കുറിച്ചും കരിവള്ളൂരിനെക്കുറിച്ചും പറഞ്ഞു. അങ്ങനെ ആ ചരിത്ര കഥകളൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ട് KR സുഭാഷ് പിണറായി വിജയനെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്തു. അതിൻ്റെ പേരായിരുന്നു അറിയണം പിണറായിയെ. ആ ഡോക്യുമെൻ്ററി സാമൂഹ്യ മാധ്യമങ്ങളായ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ പോസ്റ്റ് ചെയ്യപ്പെട്ടു. അതിന് ലക്ഷക്കണക്കിന് കാഴ്ചക്കാരുണ്ടായി. പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വരദാനമായി അറിയപ്പെട്ടു തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ തൊഴിലാളികളും തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളും അസംഘടിത മേഖലയിലുള്ള മറ്റു തൊഴിലാളികളുമൊക്കെ സർവ്വസാധാരണക്കാരായ ദരിദ്ര ജനവിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ആളുകൾ പിണറായി വിജയനെ ഉദാത്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് മാതൃക എന്നൊക്കെ പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് ചുമരിലേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എല്ലാം തന്നെ വലിയ വ്യതിയാനങ്ങൾ അനുഭവപ്പെട്ടു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ പാകിയ തൊഴിലാളി വർഗത്തിൽ നിന്നും, തൊഴിലാളി വർഗ വിഭാഗങ്ങളിൽ നിന്നും അനുദിനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച, തൊഴിലാളികളുമായി സാമ്യപ്പെടുത്താനാവാത്ത വിധം, ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചേരാത്ത വിധത്തിലുള്ള സവിശേഷമായ ചില സ്വഭാവ വിശേഷങ്ങളുമായി പിണറായി വിജയൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഡോക്യുമെൻ്ററിയുടെ നിർമ്മാതാവിനെയും അതിന്റെ അണിയറ പ്രവർത്തകരെയും ഒക്കെ ചില ആളുകൾ സമീപിച്ചു. അവർ പറഞ്ഞു, ആ ഡോക്യുമെൻ്ററിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില വാചകങ്ങൾ നീക്കം ചെയ്യണം. അതിന്റെ സംവിധായകനായ KR മഹേഷ് അപ്പോൾ ചോദിച്ചു, പിണറായി വിജയനെ കുറിച്ചുള്ള ചരിത്രവും ചരിത്ര വർത്തമാനങ്ങളല്ലാതെ മറ്റ് യാതൊരു മിത്തുകളും യാതൊരു ഭാവനകളും ആ ഡോക്യുമെൻ്ററിയിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിണറായി വിജയനേക്കാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മുമ്പിൽ നടന്ന ആളുകൾ, പിണറായി വിജയന് മുമ്പ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചരിത്രം കുറിക്കാൻ ഇറങ്ങിത്തിരിച്ച ആളുകൾ, അവരുൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ആ ഡോക്യുമെൻ്ററിയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പിൻവലിക്കേണ്ടതായ യാതൊന്നുമില്ല എന്നായിരുന്നു സംവിധായകൻ KR മഹേഷിന്റെ ഭാഷ്യം.
പക്ഷേ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വന്ന ആളുകൾ അങ്ങ് തലസ്ഥാന നഗരിയിൽ നിന്ന് വന്ന ആളുകളായിരുന്നു. അവർ പറഞ്ഞു, ചരിത്രമോ വർത്തമാനമോ യാഥാർത്ഥ്യമോ എന്തോ ആവട്ടെ, ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ആ ഡോക്യുമെന്ററി എഡിറ്റ് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാൻ പാടില്ല. അത് എഡിറ്റ് ചെയ്യപ്പെടണം. അതിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ച് ദാരിദ്ര്യം അനുഭവിച്ച് വളർന്നു വന്ന ആളായിരുന്നു പിണറായി വിജയൻ എന്ന പരാമർശം നീക്കം ചെയ്യണം. ഇതൊരു തിട്ടൂരമാണ്, ആവശ്യം അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ സംവിധായകനായ കെ ആർ മഹേഷ് അത് അംഗീകരിച്ചില്ല. പിണറായി വിജയനേക്കാൾ ഉയർന്ന കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്ര നിലപാടുകളുള്ള കെ ആർ മഹേഷ് പലവട്ടം ആലോചിച്ചു. അത് പിൻവലിക്കാതെ മറ്റു വഴികളൊന്നും അദ്ദേഹം കണ്ടില്ല. അങ്ങനെ അദ്ദേഹം അത് പിൻവലിച്ചത് പിണറായി വിജയൻ കഴിഞ്ഞ കാലങ്ങളിൽ ഒട്ടേറെ ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിച്ചു വളർന്നു വന്ന ഒരു സഖാവാണ് എന്നുള്ളതല്ല, മറിച്ച് ആ ഡോക്യുമെന്ററി അപ്പാടെ തന്നെ കെ ആർ സുഭാഷ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ ഡോക്യുമെന്ററി കാണാതായതോടെ നമ്മുടെ മാധ്യമ ലോകം അന്വേഷണം ആരംഭിച്ചു. അവർക്ക് മുമ്പിൽ കെ ആർ മഹേഷ് പ്രത്യക്ഷപ്പെട്ടു. ഇനി അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം. പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിച്ച ക്യാൻസറാണ്. ആ ക്യാൻസർ നീക്കം ചെയ്തില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ, തൊഴിലാളി വർഗ്ഗങ്ങൾ, അടിസ്ഥാന വിഭാഗങ്ങൾ അവരത് ചെയ്യും, അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ ആർ മഹേഷ് പത്രക്കാർക്ക് മുമ്പിലെത്തിയത്. നമുക്ക് അതൊന്ന് കേൾക്കാം. കമ്മ്യൂണിസ്റ്റ് നിലപാടുള്ള ഒരാളുടെ ജീവിത രീതിയല്ല സഖാവ് പിണറായി ഇപ്പം നയിക്കുന്നതെന്നുള്ള തിരിച്ചറിവിലാണ് ഞാൻ ആ ഡോക്യുമെൻ്ററി പിൻവലിക്കാനുള്ള കാരണം. ഞാൻ ആ ഡോക്യുമെൻ്ററി ചെയ്യാനുണ്ടായ കാര്യവും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നിലപാടുകളോടുകൂടിയുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് ഡോക്യുമെൻ്ററി ചെയ്യാമെന്നുള്ള അർത്ഥത്തിൽ തന്നെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ കാണുന്നത് ഇതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് കോർപ്പറേറ്റുകളുടെയും കുത്തക നിലപാടുകളോടും കൂടെ നിൽക്കുന്ന ഒരു പിണറായി തന്നെ ഞാൻ കാണുന്നത്. അത്തരം രീതിയിൽ ആ സഖാവിനെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് സംവിധായകൻ എന്നുള്ള രീതിയിൽ എൻ്റെ പ്രൊഫൈലിൽ നിന്ന് ആ ഡോക്യുമെൻ്ററി പിൻവലിച്ചു. എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതാണ്. അതിൻ്റെ ഒരു കോൺസെപ്റ്റ് രൂപപ്പെടുന്നത് എൻ്റെ ഇതിൽ തന്നെയാണ്. നടൻ ജയകൃഷ്ണനാണ് അത് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം NN കൃഷ്ണദാസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് മീഡിയയുടെ വർക്കുകളെല്ലാം ചെയ്തിരുന്ന ഒരു സമയത്തായിരുന്നു. പൂർണ്ണമായിട്ടും ആ സമയത്ത് അത് നിർത്തിവെച്ചിട്ടാണ് ഞാൻ പോയി ഈ വർക്കുകൾ ചെയ്യുന്നത്, മറ്റു പലരെ ഏൽപ്പിച്ചിട്ട്. അതൊരു സൗഹൃദ കൂട്ടായ്മയാണ്. അതിൻ്റെ പലരും ചേർന്നാണ്, സുഹൃത്ത് സംഘമാണ് അതിന് പൈസ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ ഡോക്യുമെൻ്ററി ഉണ്ടായിരിക്കുന്നു, പക്ഷേ ആ ഡോക്യുമെൻ്ററി എന്താണ് വിഭാവനം ചെയ്യുന്നത്, അതിന് വിരുദ്ധമായിട്ട് അതിൻ്റെ ആ ഡോക്യുമെൻ്ററി നിൽക്കുക എന്ന് പറയുന്നത് ശരിയല്ല. എന്തായിരുന്നു വിരുദ്ധമായി കണ്ട കാര്യങ്ങൾ? കാരണം അതിൽ വളരെ നിസ്വാർത്ഥരായിട്ടുള്ള 12ഓളം പേരാണ് ആ ഡോക്യുമെൻ്ററിയിൽ നമ്മളോട് സംസാരിക്കുന്നത്. അവർ പലരും കോൺഷ്യസ് മൈൻഡിലുള്ള ആളുകളുണ്ട്, അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്ന ആളുകളുണ്ട്. ഇവരോട് പലരോടും ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാക്കിയ ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളിലേക്ക് വരാനൊക്കെ അവർ പെട്ട പാട് നമുക്കറിയാം. പക്ഷേ ഇവർ എല്ലാം തന്നെ കോൺഷ്യസ് മൈൻഡ് വരുമ്പോൾ പിണറായി എന്ന് പറയുന്ന സഖാവിനെ ഉയർത്തിപ്പിടിക്കാൻ കാണിച്ച ആ ആവേശം പിന്നീട് ആ ഡോക്യുമെൻ്ററി പുറത്തു വന്ന് പിണറായി സഖാവ് മന്ത്രിയായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് കാണാനില്ല. അങ്ങനെ വരുമ്പോൾ ആ മനുഷ്യരോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അതിൽ ആ 12 പേരെന്ന് പറയുന്നത് നിരവധി തവണ പിണറായിയേക്കാൾ കൂടുതലായിട്ട് മാരകമായിട്ടുള്ള പരിക്കുകൾ പറ്റിയിട്ടുള്ള, മാരകമായിട്ടുള്ള രീതിയിൽ ജീവിതാവസ്ഥകളിൽ എത്തിപ്പെട്ട ആളുകളാണ്. ആ ആളുകൾ ഇവിടെ ഒരു നീതി പുലർത്തണ്ടേ? അത്തരം നീതി പുലർത്തൽ എനിക്ക് ഇദ്ദേഹം പുലർത്തിയിട്ടില്ല എന്ന് തോന്നൽ വന്നപ്പോഴാണ് ഞാനത് വിഡ്രോ ചെയ്യുന്നത്. ഇത് സഖാവ് പിണറായിയുടെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ആണ്, അല്ലാത്ത പിണറായിയെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി അല്ല. ഇത് AKG പഠന ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്ന ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ടായി. അത് നിർമ്മിച്ചു. റബിലാഷായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്തത്. പക്ഷേ ഞങ്ങളവിടുന്ന് ആ സാധനം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു, മറ്റു കാര്യങ്ങളെല്ലാം കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തു. അത് അവിടുന്ന് പിന്നെ യൂട്യൂബ് പ്രൊമോഷനും വാട്സപ്പ് പ്രൊമോഷനും എല്ലാം ആ കാലത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചെയ്തിരുന്നു. പിന്നീട് 75 ലക്ഷത്തോളം വ്യൂവേഴ്സ് അതിന് നവമാധ്യമ രംഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പിന്നെ ചാനലുകൾ വന്നത് ഏറ്റവും കൂടുതൽ ഡോക്യുമെൻ്ററി അത് ചാനലുകളിൽ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ ജീവൻ TV, മറ്റ്
ചാനലുകളെല്ലാം 3-4 തവണ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ഫേസ്ബുക്ക് പേജിൽ നിന്ന് ആദ്യം തന്നെ മാറ്റി, യൂട്യൂബിൽ നിന്ന് എടുത്ത് മാറ്റി. ഇപ്പോൾ നിലവിലത് ആർക്കും സെർച്ച് ചെയ്ത ആ ഡോക്യുമെൻ്ററി കിട്ടില്ല. താങ്കളുടെ യൂട്യൂബിലാണ് ഈ 8 മില്യൺ ആളുകൾ കണ്ട് 75 ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ടുള്ളതും എല്ലാ മാധ്യമങ്ങളും കൂട്ടി ചേർത്തിട്ടുള്ള കണക്കാണ് പറയുന്നത്. നവമാധ്യമങ്ങളിലെല്ലാം കൂടി കണക്കാക്കിയാൽ വരുന്ന കണക്കാണ്. യൂട്യൂബിൽ എത്ര ഉണ്ടാവും? യൂട്യൂബിൽ ഏതാണ്ട് 7 ലക്ഷത്തിലധികം ആളുകൾ കണ്ടിട്ടുണ്ട്. അതിലും കൂടുതലുണ്ട്. അങ്ങനെ ഡോക്യുമെൻ്ററി സംവിധായകൻ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ നിലപാടിൽ നിന്നുണ്ട്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിനോടൊക്കെ യോജിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നാൽ പരോക്ഷമായിട്ടുള്ള ചില വിയോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആ വിയോജിപ്പുകൾ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത മനുഷ്യർ പ്രതികരണശേഷിയില്ലാത്തവരാണെന്നുള്ള ഒരവസ്ഥ എനിക്കുണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവർ പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത് ഒഴിവാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ദരിദ്രനായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയണത്. ഞാൻ ഈ 12 പേര് എന്നോട് പറഞ്ഞത് അദ്ദേഹം ദരിദ്രനായിരുന്നു, അമ്മ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് വളർത്തിയിട്ടുള്ളത്. അത്തരം ഒരു അവസ്ഥയിൽ അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒഴിവാക്കാനാണ്? ഈ 12 പേരും പറയുന്ന വളരെ കോൺഷ്യസ് ആയിട്ട് പറയുന്നത് അവൻ പഠിച്ചു വളർന്നത് മറ്റേ ചെത്ത് തൊഴിലാളിയുടെ മകനായിട്ടാണ്. അമ്മ കൃഷിപ്പണിക്ക് പോയിരുന്നു, സ്വന്തമായിട്ട് കൃഷി ചെയ്തിരുന്നു, കൃഷിപ്പണിക്ക് പോയിരുന്നു, എങ്കിലും ദാരിദ്ര്യമായിരുന്നു എന്നാണ്. ഈ ഒരു പോയിന്റ് വേണ്ടെന്നാണ് അദ്ദേഹം പറയണത്. പറ്റുമെങ്കിൽ ഓഫ് ദ റെക്കോർഡ് അത് ഒഴിവാക്കും. അല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവിയായി അതിന് ആക്കം കൂട്ടിയെന്നേ ഉള്ളൂ. അതിന് മുന്നേ തന്നെ ഈ സാധനം ഡിലീറ്റഡ് ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ ഇതിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്തു, വാട്സപ്പിൽ നിന്ന്, അല്ല ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്തു. യൂട്യൂബിൽ നിന്ന് കളഞ്ഞിട്ട് ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ടുള്ളൂ. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല, തോൽവി മാത്രമല്ല. എന്താണ് നിങ്ങളുടെ സഞ്ചാരപഥം? ആ സഞ്ചാരപഥം ഏത് രീതിയിലായിരിക്കണം? കമ്മ്യൂണിസ്റ്റുകാരന് ചില രീതികളുണ്ട്, ആ രീതി വിട്ടിരിക്കുന്നു. അത് വിട്ടുകൊണ്ട് എനിക്കും ജീവിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിനും ജീവിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് പറയാം കാലഘട്ടത്തിനനുസരിച്ച് നവീകരിക്കണമെന്ന്. ആ നവീകരിക്കൽ ഈ രീതിയിലല്ല. എൻ്റെ മകളുടെ പേരിൽ സമ്പാദ്യം ഉണ്ടാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോർപ്പറേറ്റുകളുടെ തോളത്ത് കൈയിട്ടുകൊണ്ടല്ല. എനിക്കറിയാം ഇതിൽ വേറെ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ അന്വേഷിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വേറൊരു സോഴ്സ് വഴി വരും. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ അറിയില്ല, താങ്കൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ആ ഒരു കണക്ഷൻ. അത് നിങ്ങൾക്ക് അടക്കറിയാവുന്ന കാര്യമില്ല, ഞാൻ പറയേണ്ട കാര്യമില്ല. അതായി കഴിഞ്ഞു. അദ്ദേഹത്തെ നോക്കിയിട്ടല്ലേ നമ്മൾ നിൽക്കുന്നപ്പോൾ. ഇത് കൂടുതൽ ഈ ക്യാൻസറും മുകളിലേക്ക് വരരുത്. ഒരു സാധനം ക്യാൻസർ ആയിക്കഴിഞ്ഞ ഒരു സാധനത്തെ മുറിച്ച് കളയുക എന്നുള്ളതിനെ നിവൃത്തിയുള്ളൂ. അത് മുറിച്ച് കളയണം. ഇന്നല്ലെങ്കിൽ നാളെ ആ മുറിച്ച് കളയൽ നടക്കണം. ആ നടക്കുന്ന പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ ഉറുമ്പിൻ്റെ പണി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അണ്ണാരക്കണ്ണൻ്റെ പണി ഞാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് എടുത്തിട്ടു. ഇതിപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ലേ? ഇതേമാതിരി നിരവധി നിശബ്ദരായിട്ടുള്ള മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. ഈ ക്യാൻസർ മുറിച്ച് കളഞ്ഞാൽ പിന്നെ ബാക്കി കീമോതെറാപ്പി കൊടുക്കാമല്ലോ. അത് ഗോവിന്ദ മാഷ് അടക്കമുള്ള ആൾ ചെയ്യട്ടെ. ഇനി ഗോവിന്ദ മാഷ്ക്ക് ക്യാൻസർ ബാധിച്ചാൽ അദ്ദേഹത്തിന് നമുക്ക് കീമോ കൊടുക്കാം. ഇപ്പോൾ അല്ലാതെ ഈ ഇത് ജനം ഇത് നേരെയാക്കിയിട്ടേ പോവുള്ളൂ, അല്ലെങ്കിൽ ഈ സാധനം ഇല്ലാതെയാവും. ഉണ്ടായിരുന്നു. ഞാൻ സഭയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. പിന്നെ സാംസ്കാരിക രംഗത്താണ് കൂടുതൽ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിന് പിന്നെ ഒരു നല്ല കാലത്ത് പത്രപ്രവർത്തകനായി. ആ ഒരു കാലം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പൂർണ്ണമായിട്ടും പാർട്ടി സെൻറ്ററുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു, എങ്കിലും മറ്റു ഭാരവാഹിത്വങ്ങളിലേക്ക് പോയിട്ടില്ല. പിന്നെ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അതെന്നെല്ലാം ഒഴിഞ്ഞിരിക്കുകയാണ്. അതിപ്പോൾ ഇനിയിപ്പോൾ വിവാദമാക്കാൻ ഒരു സ്റ്റേറ്റ് ലെവലിലുള്ള ലീഡർഷിപ്പ് അടക്കം ഞാൻ ഒഴിഞ്ഞിട്ടുണ്ട്.